ഇന്ന് നമുക്കിനി 19ാമത്തെ ശ്ലോകം നോക്കാം. വയം തു ന വിതൃപ്യാമാം ഉത്തമശ്ലോക വിക്രമേ യത് ശൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. വയം തു വിതൃപ്യാമാം. വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, വയം തു ഞങ്ങളാകട്ടെ, ന വിതൃപ്യാമ ഞങ്ങളാകട്ടെ തൃപ്തന്മാരാകുന്നില്ല, ഉത്തമ ശ്ലോക വിക്രമ ഈ ഉത്തമ ശ്ലോക വിക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഉത്തമൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ ഭഗവാന്റെ, ശ്രീഹരി ഭഗവാന്റെ ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കീർത്തനങ്ങളിലൊക്കെ പറയപ്പെടുന്ന ആ ഭഗവാന്റെ, ആ ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീഹരി ഭഗവാന്റെ വിക്രമേ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഈ ലീലകളൊക്കെ, ഈ വിക്രമങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഞങ്ങൾക്ക് മതിയാകുന്നില്ല. അതുകൊണ്ട് യത് ശൃണ്വതാം രസജ്ഞാനാം, യത് ശൃണ്വതാം, യത ശൃണ്വതാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യത് ശൃണ്വതാം. യത യാതൊന്നിനെ, ശൃണ്വതാം ശ്രവിക്കുന്ന, രസജ്ഞാനാം രസം അറിയുന്നവർക്ക്, രസത്തെക്കുറിച്ച് അറിവുള്ളവർക്ക്, സ്വാദു സ്വാദു പദേ പദേ, പദേ പദേ ഓരോ പദത്തിലും പദം തോറും സ്വാദു സ്വാദു, സ്വാദിങ്ങനെ മേൽക്കുമേൽ കൂടിക്കൂടി വരുന്നു. ഭഗവാന്റെ യാതൊന്ന്, ഇവിടെ പറയാണ് യാതൊന്നിനെ ശ്രവിക്കുന്ന, അതിൻ്റെ രസം നന്നായി അറിയുന്ന അങ്ങനെയുള്ളവർക്ക് ഓരോ പദത്തിലും അതിൻ്റെ രസം കൂടിക്കൂടി വരുന്നത്. അങ്ങനെയുള്ള ഒന്നിനെ ഞങ്ങൾക്ക് കേട്ടിട്ട്, അതായത് ഈ ഉത്തമ ശ്ലോക വിക്രമ എന്നാ പറഞ്ഞത്, പരമമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ശ്ലോകങ്ങൾ കൊണ്ട് കീർത്തിക്കപ്പെടുന്ന ആ ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീഹരി ഭഗവാന്റെ വിക്രമങ്ങളിൽ, ലീലകളിൽ ഇതൊന്നും കേട്ടിട്ട് ഞങ്ങൾക്ക് മതിയാകുന്നില്ല. ഇതിൽ തന്നെ സദാ കേട്ടുകൊണ്ടിരിക്കുന്ന, സദാ സ്വാദറിഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കുന്ന അവരെ പോലെ ഞങ്ങൾക്കും ഇതിലെ ഓരോ പദത്തിലെയും സ്വാദ് ഞങ്ങൾക്കറിയണം, അത് ഞങ്ങൾക്ക് അനുഭവിക്കണം. അതുകൊണ്ട് വയം തുന്ന വിതൃപ്യാമ, ഞങ്ങൾ ഇപ്പോഴും സംതൃപ്തരായിട്ടില്ല, ഞങ്ങൾക്ക് മതിയായിട്ടില്ല ആ ഭഗവാന്റെ കഥ കേട്ടിട്ട്. അതുകൊണ്ടല്ലയോ സൂത, ഞങ്ങൾക്ക് ഇനി അത് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും ഞങ്ങൾക്കും ആ സ്വാദൊന്ന് അനുഭവിക്കണം. അറിയുകയല്ല, അനുഭവിക്കണം. ഭഗവാൻ എന്ന സത്യത്തെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞ് അറിയുവാൻ കഴിയില്ലാതെ അനുഭവിച്ചറിയുവാനേ കഴിയുകയുള്ളൂ. കാരണം വാക്കുകൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതിയുണ്ട്. അപ്പോൾ പരിമിതി ഇല്ലാത്ത ഒന്നിനെ നമുക്ക് പരിമിതിയുള്ള വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ കഴിയില്ല. നമ്മൾ അങ്ങനെയുള്ളതിനെ സാധാരണ നമ്മൾ സയൻസിലൊക്കെ ഇൻഫിനിറ്റി, അനന്തത എന്ന് പറയാറുണ്ട്. പക്ഷെ ആ അനന്തതയെ എങ്ങനെയാണ് അനുഭവിക്കുവാൻ കഴിയുക? അത് ഉള്ളിൽ അല്പാൽപമായിട്ട്, ഓരോ തുള്ളിയായിട്ട് രുചിച്ചു നോക്കിയാൽ മതിയാകും. ഇവിടെ പറഞ്ഞില്ലേ, പതേ പതേ സ്വാദു സ്വാദു പതേ പതേ, ഓരോ വാക്കിലും അതിൻ്റെ സ്വാദിരിപ്പുണ്ട്. ഒരു കടലിലെ വെള്ളത്തിൻ്റെ സ്വാദ് എന്താണെന്നറിയാൻ അതിൽ നിന്ന് ഒരു തുള്ളി വായിലിട്ട് നോക്കിയാൽ മതി, കടലിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വാദ് തന്നെയാവും. അപ്പോൾ ഈ അനന്തമായിട്ടുള്ള ഭഗവാനെ അറിയുവാൻ, ആ അനന്തതയുടെ ചൈതന്യം ഭഗവാൻ കലിയുഗം തുടങ്ങും മുമ്പ്, ദ്വാരകയുഗത്തിൻ്റെ അവസാനം സ്വധാമത്തിലേക്ക് മടങ്ങും മുൻപ് യാതൊന്നിലാണോ ഭഗവാന്റെ ആ ചൈതന്യത്തെ ലയിപ്പിച്ചു ചേർത്തത്, ആ സാക്ഷാൽ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഇതിലെ ഓരോ വാക്കിലും ഭഗവാൻ എന്ന സത്യത്തിൻ്റെ സ്വാദ്
നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഭഗവാൻ ഇവിടെ തന്നെയാണുള്ളത്, ഇതിൽ തന്നെയാണുള്ളത്. ഇവിടെ ഈ ഭൂമിയിൽ നിന്നും തൻ്റെ ഭക്തരെ ഉപേക്ഷിച്ച് ഭഗവാൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അത് അനുഭവിക്കണേ എന്തേ വേണ്ടൂ? ഈ ഭാഗവത ഗ്രന്ഥത്തിലെ ഭഗവാൻ സ്വയം കുടിയിരിക്കുന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിലെ ഓരോ വാക്കിലൂടെയും ഭഗവാനെ അനുഭവിക്കുവാൻ കഴിഞ്ഞാൽ മതി. നമുക്കത് അറിയുവാൻ കഴിയും, അനുഭവിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു തരികയാണ്. പക്ഷെ അത് എത്ര അനുഭവിച്ചാലും അനുഭവിക്കും തോറും അതിനോടുള്ള ഒരു ആർത്തി, ഒരു സ്വാദ് അങ്ങനെ കൂടിക്കൂടി വരികയാണ്. മറ്റെല്ലാ രസങ്ങളും മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പോലും നമ്മൾ 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ പാൽപ്പായസം കുടിക്കും. ഇനിയല്ല 10 ഗ്ലാസ് വരെ ആയിക്കോട്ടെ. അത് കഴിയുമ്പോഴോ ആ മധുരം തൽക്കാലത്തേക്കെങ്കിലും ഒരു മടുപ്പ് വരും. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് എത്ര കഴിക്കും? അതിനും ഒരു പരിമിതിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ അതും നമുക്ക് അസഹനീയമായിട്ട് തോന്നും. എന്നാൽ ഈ ഭാഗവത കഥയിലൂടെ നമുക്ക് കിട്ടുന്ന ഈ രസം, അത് അനുഭവിക്കും തോറും അതിനോട് കൂടുതൽ ഒരു ഇഷ്ടം, ഒരു പ്രേമം, ഒരു ആകർഷണം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ഞങ്ങൾക്ക് തൃപ്തിയാകുന്നില്ല ആ ഭഗവാന്റെ കഥ കേട്ടിട്ട്. അതുകൊണ്ട് അല്ലയോ സൂത, ഇനിയും ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, വിശദമായി തന്നെ പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും തൃപ്തിയാകുന്നില്ല എന്ന് പറഞ്ഞത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വയം തു ന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സ്വാദു പദേ പദേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യശൃണ്വതാം എന്നുള്ളത് ചില ഗ്രന്ഥങ്ങളിൽ യത് ശൃണ്വതാം എന്ന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വായിക്കാം. കൂടുതൽ ശരി യശൃണ്വതാം എന്നാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ വരുമ്പോഴും ഛൃ എന്നുള്ള ആ ഛ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. കൃതവാൻ കില വീര്യാണി. കൃതവാൻ കില ഇവിടെ പറയാൻ കൃതവാൻ എന്ന് പറഞ്ഞാൽ ചെയ്തു. കൃതവാൻ കില ചെയ്തുവല്ലോ. വീര്യാണി പരാക്രമങ്ങളെ, മഹാവീര പരാക്രമങ്ങളെയൊക്കെ ചെയ്തുവല്ലോ. സഹ രാമേണ കേശവ. കേശവ ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ കേശവൻ സഹ രാമേണ ബലരാമനോട് കൂടി അതിമർത്യാനി മർത്യന്മാർക്ക് ചെയ്യുവാൻ കഴിയുന്നതിന് ഉപരിയായിട്ടുള്ള, അതിനും മേലെ നിൽക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ള പല പരാക്രമങ്ങളെയും ആ ബലരാമേട്ടനോട് കൂടി നടന്ന് ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തുവല്ലോ. പല പരാക്രമങ്ങളും കാണിച്ചുവല്ലോ. ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഗൂഢ എന്ന് പറഞ്ഞാൽ വളരെ നിഗൂഢമായിട്ടുള്ളത്, എല്ലാവർക്കും അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള, ഗ്രഹിക്കുവാൻ പ്രയാസമേറിയതായിട്ടുള്ള, മനസ്സിലാക്കുവാനാകാത്തതായിട്ടുള്ള കപടമാനുഷ. കപടമായിട്ട്. ഭഗവാൻ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മളോടൊക്കെയുള്ള ഭഗവാന്റെ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് ഭഗവാൻ ഒരു കപടമായിട്ടൊരു മനുഷ്യവേഷമൊക്കെ കെട്ടിയാണ് വന്നത്. അങ്ങനെ വന്ന ആ കപട മനുഷ്യവേഷധാരിയായിട്ടുള്ള ആ ഭഗവാൻ മറ്റുള്ളവർക്കൊക്കെ അറിയുവാൻ കഴിയുന്നതിനും മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ള അനേകം വീരപരാക്രമങ്ങളെ ആ ബലരാമേട്ടനോട് കൂടി നടന്ന് ആ ശ്രീകൃഷ്ണൻ ചെയ്തുല്ലോ.
ഇവിടെ ഇത് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ, ഒരു സാധാരണയായിട്ടുള്ള ഒരു കാലിച്ചക്കനെ പോലെ തന്നെയാണ് ഭഗവാൻ അവിടെ ആ ഗോപബാലന്മാരോടൊപ്പം സഞ്ചരിച്ചതും അവരോടൊപ്പം കളിച്ചതും ചിരിച്ചതും ഭക്ഷണം കഴിച്ചതും ഉണ്ടും ഉറങ്ങിയും ഭഗവാൻ കഴിഞ്ഞതുമൊക്കെ അവരോടൊപ്പം. എന്നാലോ അവർക്കു പോലും ആ ഭഗവാനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. തങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്, തങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സമ്മതനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള കൂട്ടുകാരൻ എന്നായിരുന്നു കൃഷ്ണനെ കുറിച്ച് അവർ ധരിച്ചിരുന്നത്. എപ്പോഴും ആ ഒരു സാന്നിധ്യം കൊതിക്കുവാൻ തോന്നുന്ന, കൊതിപ്പിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടായിരുന്നു ഭഗവാനെ അവർ കണ്ടിരുന്നത്. ഇനിയും ഗോപസ്ത്രീകളുടെ കാര്യം എടുത്താലോ, അവർക്കും അതുപോലെ തന്നെ. ഇത് ഭഗവാനാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ അവർക്കും തങ്ങളിൽ നിന്നൊരിക്കലും വിട്ടുപിരിയുവാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും ആ കൃഷ്ണന്റെ സാമീപ്യം സാന്നിധ്യമൊക്കെ മധുരമേകിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞു കാലിച്ചക്കൻ, തൻ്റെ കുസൃതികൾ കൊണ്ട്, കുരുത്തക്കേടുകൾ കൊണ്ട് ആ ഗോപസ്ത്രീകളെ ഒക്കെ മോഹിപ്പിച്ച ഒരു കുഞ്ഞു കാലിച്ചക്കൻ, തൻ്റെ മോഷണം, അത് വെണ്ണയും പാലും മാത്രമല്ല, ഗോപസ്ത്രീകളുടെ ഹൃദയം തന്നെ കവർന്ന കള്ളനായ കാലിച്ചക്കൻ, അവർക്കൊക്കെ അതായിരുന്നു കൃഷ്ണൻ. അവർക്കൊന്നും ഒരിക്കലും ഭഗവാനായിരുന്നില്ല അത്. കാരണം ഭഗവാൻ എന്ന ആ വലിയ തത്വത്തെ കൃഷ്ണനിലൂടെ അവർക്കാർക്കും കാണുവാനോ അറിയുവാനോ കഴിഞ്ഞില്ല. പക്ഷേ അവർക്കൊന്നും പറഞ്ഞറിയിക്കുവാനാകാത്ത തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, അത് വൈകാരികമായിരുന്നില്ല. ജീവാത്മാവിന് പരമാത്മാവിൽ ചെന്ന് ലയിക്കുവാൻ കൊതിക്കുന്നതായിട്ടുള്ള ആ ഒരു വെമ്പൽ കൊള്ളൽ ഈ ഗോപസ്ത്രീകൾക്കൊക്കെ ഭഗവാനോടുണ്ടായിരുന്നു. ഇനി അർജുനന്റെ, പാണ്ഡവരുടെ കാര്യം എടുത്താലും അവർക്കും അറിയില്ലായിരുന്നു ഇത് ഭഗവാനായിരുന്നു എന്ന്. അവരുമൊക്കെ തങ്ങളുടെ കൂട്ടുകാരൻ, അച്ഛൻ പെങ്ങളുടെ മകൻ, ഇതിനൊക്കെ അപ്പുറം അവർക്കും ഒന്നും ഭഗവാൻ എന്നൊന്നിനെ ആ ശ്രീകൃഷ്ണനിൽ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എത്ര എത്ര ലീലകൾ അവരോടൊപ്പം നടക്കുമ്പോൾ തന്നെ ഭഗവാൻ ചെയ്തിരുന്നു. അവർ കൂടെ ഉള്ളപ്പോൾ തന്നെയാണ് ശിശുപാലനെ വധിക്കുന്നത് തൻ്റെ ചക്രം കൊണ്ട്. അങ്ങനെ എത്ര എത്ര ലീലകൾ. പക്ഷെ എന്നിട്ടും അവർക്ക് ആ ഭഗവാനെ അറിയുവാൻ കഴിഞ്ഞില്ല. തങ്ങളിൽ ഒരാളായിട്ടുള്ള ശ്രീകൃഷ്ണനെ ആയിരുന്നു അവർ അറിഞ്ഞതും അറിയാൻ ശ്രമിച്ചതും അവര് ആസ്വദിച്ചതും. അപ്പോൾ അങ്ങനെ കൂടെ ഉണ്ടെങ്കിൽ പോലും അറിയുവാനും ഗ്രഹിക്കുവാനും പ്രയാസമുള്ളതായിട്ടുള്ള മനുഷ്യരൂപം പൂണ്ട് എത്ര എത്ര പേരെ ഈ ഭൂമിയിൽ ഭഗവാൻ മോഹിപ്പിച്ചു. പക്ഷെ അവർക്കാർക്കും ഭഗവാനാണെന്ന് അറിയുവാൻ കഴിഞ്ഞില്ല. ഭീഷ്മ പിതാമഹന് മനസ്സിലായിരുന്നു എന്ന് കാണാം നമുക്കൊടുവിൽ. പക്ഷേ ഈ കപട മനുഷ്യ ബാലവേഷം കെട്ടി ഭൂമിയിൽ അവതരിച്ച ഭഗവാൻ എല്ലാവരെയും മോഹിപ്പിച്ച്, എല്ലാവരിലും ഭഗവാൻ തൻ്റെ സ്വതവേയുള്ള കൺകെട്ട് കേളി നടത്തിക്കൊണ്ട് താൻ അവരിൽ ഒരാളായി ജീവിക്കുമ്പോഴും തന്നെ അവർക്കാർക്കും അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള മായയായിരുന്നു ഭഗവാൻ അവിടെ. മായ കൊണ്ടുള്ള കേളിയായിരുന്നു ഭഗവാന്റെ അവിടെ. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എത്ര എത്ര മഹാവീര പരാക്രമങ്ങളെയാണ് ചെയ്തിരിക്കുന്ന ആ രാമേട്ടനോട് കൂടി. ഇപ്പോൾ അതിനോടുള്ള അത് കേൾക്കുവാൻ, ആ ലീലകൾ കേൾക്കുവാൻ ആസക്തി കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ശൗനകാദി മഹർഷിമാർക്കും അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള സജ്ജനങ്ങൾക്കും. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗൂഢ, കേശവ, കപടമാനുഷ. ഈ 3 വാക്കുകളിൽ വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ഇനി അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ. കലിമാഗതമാജ്ഞായ, കലിം ആഗതം ആജ്ഞായ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കലിമാഗതമാജ്ഞായ. കലിം എന്ന് പറഞ്ഞാൽ ഈ കലിയുഗം, കലിയെ, ആഗതം വന്നത്, എത്തിച്ചേർന്നു എന്ന, ആജ്ഞായ അറിഞ്ഞിട്ട്, ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം, ക്ഷേത്രേ അസ്മിൻ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ക്ഷേത്രേസ്മിൻ. അസ്മിൻ എന്നാൽ ഈ, ക്ഷേത്രേ ക്ഷേത്രത്തിൽ, ഈ ക്ഷേത്രത്തിൽ, വൈഷ്ണവേ വയം, വൈഷ്ണവേ എന്ന് പറഞ്ഞാൽ ആ വിഷ്ണു പ്രതിഷ്ഠയുള്ളതായിട്ടുള്ള, വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ആസീന ദീർഘസത്രേണ, ആസീന എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ, ദീർഘസത്രേണ ദീർഘസത്രത്തോടു കൂടെ, കഥായാം സക്ഷണാഹരേ, കഥായാം കഥയിൽ, ആരുടെ, ആ ശ്രീഹരി ഭഗവാന്റെ കഥയിൽ, സക്ഷണ അവസരത്തെ, അതിനുള്ള ഒരു അവസരത്തെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഹരേ എന്ന് പറഞ്ഞാൽ ആ ശ്രീഹരി ഭഗവാന്റെ. അപ്പോൾ ആ ശ്രീഹരി ഭഗവാന്റെ കഥയിൽ ഭഗവാനെ ഞങ്ങൾക്ക് കഥ കേൾക്കുന്നതിനും ഈ ഒരു സത്രത്തിൽ പങ്കെടുക്കുന്നതിനും ഒരു അവസരം ഞങ്ങൾക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടിയിരിക്കുന്നു. ഈ വിഷ്ണു പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ, ഈ നൈമിഷ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് തന്നെ ഭഗവാനെ അവിടുത്തെ ഒരു കാരുണ്യമുണ്ടാകണം. അങ്ങനെ അതിനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ദീർഘസത്രേണ എന്നാ പറഞ്ഞത്, അതായത് നീണ്ട കാലം കൊണ്ട് മുഴുമിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സത്രമാണ്, ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള ഈ സത്രത്തിൽ, അതായത് നമ്മൾ ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ട് പിന്മാറുകയല്ല, കുറച്ചധികം കാലം നമുക്കത് കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് അതിനൊരു അവസരം കൈവന്നിരിക്കുന്നു. അത് കുറച്ചധികം നാൾ നമുക്ക് തുടർച്ചയായി എപ്പോഴും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുവാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. അത് ഈ ഭഗവത് കഥകൾ സദാ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കിട്ടുന്ന ഭഗവാന്റെ ഒരു കാരുണ്യം. അപ്പോൾ അതിനൊക്കെയുള്ള അവസരം ഞങ്ങൾക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊരു അവസരം, ആ ശ്രീഹരി ഭഗവാന്റെ കഥ കേൾക്കുന്നതിനുള്ള അവസരം ഭഗവാന്റെ കൃപ കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വന്നു ചേർന്നത്. ഭഗവാന്റെ സങ്കല്പം, ഭഗവാന്റെ പാദത്തോട് ചേരണമെന്നുള്ള ഭഗവാന്റെ സങ്കല്പം എങ്ങനെ ഈ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഈ സമയത്ത് ഈ കലിദോഷത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ഭഗവത്പാദം ശാന്തമായി സ്വൈരമായിരിക്കുന്നതിന് ഭഗവത്പാദങ്ങളെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ആശ്രയിച്ചാലോ ഒടുവിൽ ആ പദത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതും കൂടിയാണ് ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കലിമാഗതമാജ്ഞായ, അവിടെ കലിം ആഗതം ആജ്ഞായ ആണ്. അവിടെ മാ എന്ന അക്ഷരത്തിന് 2 കലിം ആഗതം ആജ്ഞായ 2 അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ക്ഷേത്രേസ്മിൻ, അവിടെ വിശ്ലേഷണമുള്ളതുകൊണ്ട് എകാരം നീട്ടിയെടുക്കുക. പിന്നെ ഹരേ എന്ന് പറയുന്നിടത്ത് അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്.
ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.